ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിനെ തീർച്ചയായിട്ടും പറയാനുള്ളത്, ഒരു ദിവസം രാവിലെ ഒരു 8 മണി ഒക്കെയാണ് സമയം എന്നാണ് എൻ്റെ ഓർമ്മ. മമ്മൂക്ക കാർ ഓടിച്ച് കടവന്ത്രയിൽ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിലെത്തി. അതിരാവിലെയാണത്, ഒരുപാട് ഉച്ചയായിട്ടില്ല, വളരെ 8:30 മണിക്ക് മമ്മൂക്ക വന്നതാ ഉദ്ഘാടനം ചെയ്യുന്നു കൃഷ്ണപ്രഭയുടെ ഡാൻസ് സ്കൂൾ. ജൈനിക വലിയ ആഗ്രഹമായിരുന്നു മമ്മൂക്ക വരണം എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, പക്ഷെ വരുമോ ഇല്ലയോ എന്നുള്ളതിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതുപോലെ ഒരു ചെറിയ ഡാൻസ് ക്ലാസ് ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ മമ്മൂക്ക, അന്ന് ഷൂട്ട് എല്ലാം നടക്കുന്ന സമയമാണ്. അപ്പൊ എന്തായാലും സമയമൊന്നും കാണില്ലായിരിക്കും. പക്ഷെ എന്നെ എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞാൻ വരികയാണ് കേട്ടോ, ഒന്നുണ്ട് എന്ന് വന്നു. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ ഇപ്പോഴും തൊട്ടടുത്ത് നിന്നിട്ട് തന്നെ ഞാനിപ്പോഴും പറയും, തൊട്ടടുത്ത് തന്നെ മമ്മൂക്ക് വന്നിട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മൂക്കെ കാണാൻ പറ്റില്ല. എന്നെ കണ്ണൊക്കെ മൂടിയിരിക്കുന്നു ടെൻഷൻ കാരണം. അതിന് തുടർച്ചയായിട്ട് പിന്നെ സ്കൂളിലെ ഡാൻസ് അവിടുത്തെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നമ്മള് ടീച്ചേഴ്സ് ഉണ്ട്, നോക്കുന്നുണ്ട്. അപ്പൊ ഞാന് മിക്കപ്പോഴും ഉണ്ടാവില്ലെങ്കിലും അയാളെല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. കുറച്ച് നാളെ ഇപ്പൊ എത്ര വർഷമായിട്ട്? കുറച്ച് വർഷമായിട്ടുണ്ടോ അല്ലേ? 4 വർഷം 4 വർഷം. അതൊരു വലിയ കാര്യമാണ്. കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ തന്നെ അല്ലെ മറ്റുള്ളവർക്കും ട്രെയിനിങ്ങിനുള്ള അവസരം ഉണ്ടാക്കാണ്. നമുക്കിപ്പോ ട്രെയിനിങ്ങിനേക്കാളും ഉപരി നമുക്ക് കുറെ പ്രോഗ്രാംസുകളാണ് നമ്മളുടെ കൂടുതൽ ചെയ്യുന്നുണ്ടാകുന്നത്. പിന്നെ വളരെ സെലക്ടഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് നമ്മളുടെ അടുത്ത് പഠിക്കുന്നതും ഒക്കെ. അപ്പൊ അതും വലിയ കാര്യം തന്നെയാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമില് കൃഷ്ണയുടെ പോസ്റ്റുകൾക്ക് നല്ല റീച്ച് കിട്ടുന്നതിന്റെ കാര്യം പറഞ്ഞ കൂടുതലേ ഒരു പക്ഷേ കുറച്ചുകൂടി കാര്യമായിട്ട് പറയേണ്ടത് കൃഷ്ണയുടെ ഒരു ടെക്നിക്കൽ ടീമിനെ കുറിച്ചാണ്. ഞാൻ ശ്രദ്ധിക്കാറ് നല്ല ക്വാളിറ്റി പ്രൊഡക്ഷൻ. അതില് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ആളുകളാണോ ചെയ്യുന്നത്? ആദ്യം കേട്ടാച്ചിരിക്കും. ആദ്യത്തെ എല്ലാ കുറുക്കു പണികളും ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. എഡിറ്റിങ്ങും അതിന്റെ വോയിസ് ഓവർ കൊടുക്കുന്നതും എല്ലാം കൂട്ടി യോജിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരുന്നു. അതൊക്കെ ഈ ലോക്ക്ഡൌൺ സമയത്താണ് ഞാൻ ഈ എഡിറ്റിംഗ് പരിപാടികളെല്ലാം പഠിച്ചത്. ഇതെങ്ങനെ സിങ്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചത് ലോക്ക്ഡൌണിന്റെ സമയത്താണ്. ലോക്ക്ഡൌണിൽ അത്യാവശ്യം കുറെ നല്ല കാര്യങ്ങൾ കുറെ പഠിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഷൂട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ എന്നോടൊപ്പം ലാവൻഡർ എന്ന് പറഞ്ഞിട്ട് ടീമുണ്ട്. ഇപ്പൊ ഇവര് ഷൂട്ട് ചെയ്യാനും, പക്ഷെ പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ തന്നെ എന്റെ ഫോണിലോ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറ ഉണ്ടെങ്കിൽ അതിലോ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഇവർക്ക് ഫുട്ടേജ് അതൊക്കെ നടത്തും. എങ്ങനെയെങ്കിലും എങ്ങനെ വേണേലും 4 കല്ല് വീഴും.